പ്രായം 39 പിന്നിട്ടെങ്കിലും ഇപ്പോഴും ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളുള്ള ഒരാളാണ് പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ പോർച്ചുഗലിനായും ക്ലബ് ഫുട്ബോളിൽ അൽ നസറിനായും മികച്ച ഫോമിലാണ് ക്രിസ്ത്യാനോ കളിക്കുന്നത്. ഖത്തറിൽ നടന്ന 2022 ലോകകപ്പിനു ശേഷം റോബർട്ടോ മാർട്ടിനസ് ടീമിന്റെ പരിശീലകനായത് മുതൽ പോർച്ചുഗൽ ടീമിൽ സുപ്രധാന റോളാണ് ക്രിസ്ത്യാനോയ്ക്ക് ലഭിക്കുന്നത്. ഈ വർഷം നടക്കാനിരിക്കുന്ന യൂറോ കപ്പിലും ടീമിൽ നിർണായക റോൾ അദ്ദേഹത്തിന് ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിനിടെ ഈ മാസം നടക്കാനിരിക്കുന്ന കളിയിൽ ക്രിസ്ത്യാനോ പോർച്ചുഗൽ നിരയിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പായിരിക്കുന്നു. മാർച്ചിലെ 2 സൗഹൃദ മത്സരങ്ങൾക്കായുള്ള 32 പോർച്ചുഗൽ സാധ്യതാ ടീമിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇടം ലഭിച്ചിരുന്നു. സ്വീഡൻ, സ്ലൊവാനിയ എന്നീ ടീമുകൾക്കെതിരെയാണ് ഈ മത്സരങ്ങൾ. ഇതിൽ സ്വീഡനെതിരെ നടക്കാനിരിക്കുന്ന ആദ്യ കളിക്കുള്ള 24 ടീമിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ കളിയിൽ റൊണാൾഡോയ്ക്ക് വിശ്രമം നൽകാൻ കോച്ച് തീരുമാനിക്കുകയായിരുന്നു. ക്രിസ്ത്യാനോയ്ക്ക് പുറമെ ഡിയാഗോ ഡാലോട്ട്, യാവോ ക്യാൻസലോ, ഡാനിലോ പെരേര, ഒറ്റാവിയ, റൂബൻ നെവാസ്, വിറ്റീനിയ, യാവോ ഫെലിക്സ് എന്നീ സൂപ്പർ താരങ്ങൾക്കും സ്വീഡനെതിരായ കളിക്കുള്ള പോർച്ചുഗൽ ടീമിൽ ഇടം ലഭിച്ചില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടെയുള്ള ഈ കളിക്കാരെല്ലാം സ്വീഡനെതിരെ നടക്കുന്ന മത്സരത്തിനു ശേഷം പോർച്ചുഗൽ ടീമിനൊപ്പം ചേരും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.